എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അഫ്ഗാനി മുട്ടക്കറിയാണ്. ഇതിൻ്റെ ഗ്രേവി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ഗ്രേവിയാണ്. അപ്പോൾ നമ്മുടെ അഫ്ഗാനി മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 6 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയതിന് ശേഷം മുട്ടയുടെ തോടൊക്കെ കളഞ്ഞിട്ട് അതിൽ ഇതുപോലെ ചെറിയ ചെറിയ വരകളിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാനായിട്ട് ചൂടായ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ചേർക്കാം. അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതും 3 പച്ചമുളകും പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ചൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഇതൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 10 കശുവണ്ടിയും കൂടി ചേർക്കാം. കശുവണ്ടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ സവാളയും എല്ലാം കൂടി നല്ലതുപോലെ വെന്ത് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് റൂം ടെമ്പറേച്ചറിലായി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പേസ്റ്റ് നമുക്കിവിടെ മാറ്റി വെക്കാം. അതിനുശേഷം ഈ ഒരു പാനിൽ തന്നെ 1 ടീസ്പൂൺ എണ്ണ ചേർത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 2 നുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ട ചേർത്തിട്ട് മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 1 മിനിറ്റ് വരെ ഈ ഒരു മസാല കൂട്ടിലിട്ടിട്ട് മുട്ട നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഏകദേശം 1 മിനിറ്റ് വരെ ഫ്രൈ ചെയ്ത മുട്ട നമുക്ക് ഈ ബൗളിലോട്ട് തന്നെ മാറ്റി കൊടുക്കാം. അതിനുശേഷം ഈ പാനിലോട്ട് വീണ്ടും നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് 2 വലിയ കഷ്ണം പട്ട, ഒരു 3-4 ജാതിപത്രി, പിന്നെ 2 ബ്ലാക്ക് കളറിലുള്ള ഏലക്കായ്. ഇത് 3ഉം ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഏലക്കായ് ബ്ലാക്ക് കളർ ഇല്ലെങ്കിൽ ഗ്രീൻ കളറും യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അരച്ച മിക്സിയുടെ ജാറിലോട്ട് ഏകദേശം ഒരു 1/4 കപ്പ് വരെ വെള്ളം ചേർത്തിട്ട് അതും കൂടി നമ്മുടെ ഗ്രേവിയിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. തൈര് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു, ഒരു 1/4 കപ്പ് വരെ. എന്നിട്ട് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മുട്ട ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഗ്രേവി ഒന്നുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഗ്രേവി ആവശ്യത്തിനുള്ള തിക്കായി മാറിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തൊക്കെ ഞാൻ വളരെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ കസൂരി മേത്തിയും പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. തിളക്കാനൊന്നും നിൽക്കണ്ട. ക്രീം ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ തിളക്കാനൊന്നും നിൽക്കുന്നില്ല. ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള അഫ്ഗാനി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. എന്നാൽ നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. എല്ലാത്തരം റൊട്ടിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയും ഒക്കെ സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്